2 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 2 Samuel chapter 9 verses 1 to 13. ഞാൻ ആ ഭാഗം 13 വാക്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് വായിക്കുകയാണ്. എല്ലാവരും ഒന്ന് വാ തുറന്ന് പറഞ്ഞേ, ന്യൂ ഡൈമെൻഷൻ ഇൻ സ്പിരിറ്റ് റിലം. ന്യൂ ഡൈമെൻഷൻസ് ഇൻ സ്പിരിറ്റ് റിലം. ആത്മമണ്ഡലത്തിലെ പുതിയ തലങ്ങൾ. ആത്മമണ്ഡലത്തിലെ പുതിയ തലങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. New heights and levels don't come by coincidence, they are triggered. You don't wish for better life, you possess it. That is not coming by coincidence, they are triggered. നമ്മൾ ഒരിക്കലും ചിന്തിച്ച ഒരു കാര്യമായിരിക്കത്തില്ല അത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച പോലും ഒരു കാര്യമായിരിക്കത്തില്ല അത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും പറയത്തില്ല അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു, അയ്യോ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ നീയും ചിന്തിച്ചു. ഒരിക്കലുമല്ല. നീ ചിന്തിക്കാത്ത കാര്യം നിനക്ക് വേണ്ടി വേറൊരാളെ ചിന്തിപ്പിക്കും. I'm coming. Read that passage please. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിപ്പിച്ചിരിക്കുന്നോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിന്റെ ഗൃഹത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി. രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയൻ എന്ന് അവൻ പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലം മുടന്തായിട്ട് യോനാഥാന്റെ ഒരു മകൻ ഉണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. 6-ാമത്തെ വാക്യം. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫീബോശേത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെഫീബോശേത്തെ എന്ന് വിളിച്ചതിന് അടിയൻ എന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെ നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളണം എന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചുകൊണ്ട്, ചത്ത നായെ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിക്കുവാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ശൗലിന്റെ ഭൃത്യനായ സീബയെ വിളിപ്പിച്ച് അവനോട് കൽപ്പിച്ചത്, ശൗലിനും അവന്റെ സകല ഗ്രഹത്തിനുമുള്ളതൊക്കെയും ഞാൻ നിന്റെ യജമാന്റെ മകന് കൊടുത്തിരിക്കുന്നു. നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാന്റെ മകന് ഭക്ഷിക്കുവാൻ ആഹാരം ഉണ്ടാകേണ്ടതിന് അവനു വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവം എടുക്കണം. നിന്റെ യജമാന്റെ മകനായ മെഫീബോശേത്ത് നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളും. എന്നാൽ സീബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. രാജാവായ യജമാനൻ അടിയനോട് കൽപ്പിക്കുന്നൊക്കെയും അടിയൻ ചെയ്യും എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. മെഫീബോശേത്ത് രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. മെഫീബോശേത്ത് ഒരു ചെറിയ മകൻ ഉണ്ടായിരുന്നു. അവന് മീക എന്ന പേര്. സീബയുടെ വീട്ടിലുള്ളവരൊക്കെയും മെഫീബോശേത്തിന് ഭൃത്യന്മാരായി തീർന്നു. ഇങ്ങനെ മെഫീബോശേത്ത് യെരൂശലേമിൽ തന്നെ വസിച്ച് രാജാവിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന് കാല് രണ്ടും മുടന്തായിരുന്നു. ഓക്കെ. ദാവീദ് ഒരു ദിവസം പെട്ടെന്ന് ദാവീദിന്റെ ആത്മാവ് ട്രിഗർ ചെയ്യുകയാണ്. യോനാഥാൻ നിമിത്തം. യോനാഥാൻ എന്ന് പറയുന്നത് ശൗലിന്റെ പുത്രന്മാരിൽ ഒരുവനായിരുന്നു. ദാവീദിന്റെ സ്നേഹിതനായിരുന്നു. കുറച്ചുകൂടെ കാര്യമായി പറഞ്ഞാൽ ദാവീദിന്റെ ബ്രദർ ഇൻ ലോ ആയിരുന്നു. എന്നാൽ യോനാഥാനും ശൗലും ഒരേ ദിവസം യുദ്ധത്തിൽ മരണപ്പെട്ടു. യോനാഥാന്റെ സഹോദരങ്ങളും ആ യുദ്ധത്തിൽ മരണപ്പെട്ടു. ഞാൻ ആ ഭാഗത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് എന്നെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങളെ എന്നെയും പരിശുദ്ധാത്മാവ് കൊണ്ടുപോയിക്കോളും. പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കണം.
ഒരു ദിവസം ദാവീദ് ഇങ്ങനെ ഇരിക്കുമ്പം ദാവീദിന് ഫീൽ ചെയ്യാണ്, പറഞ്ഞ ദാവീദിന് ഫീൽ ചെയ്യാണ്, യോനാഥാന് വേണ്ടി, അവന്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പൊ ഉടനെ ദാവീദ് അന്വേഷിക്കുകയാണ്, ശൗലിന്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുണ്ടോ? കാരണം ആ കുടുംബത്തിലുള്ള മിക്ക ആളുകളും മരണപ്പെട്ടിരുന്നു. ശൗലിന്റെ ഗൃഹത്തിൽ സീബ എന്ന് പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. ആ സീബായെ ദാവീദ് കൊട്ടാരത്തിൽ വിളിപ്പിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചു, നിന്റെ പേര് സീബ എന്നാണോ? നീ സീബായോ എന്ന് ചോദിച്ചു. ബിക്കോസ് ഇത് ചോദിക്കുന്നത് രാജാവാണ്. രാജാവ് ചോദിക്കുന്നതിന് ആ അതോറിറ്റിയിലാണ് ചോദിക്കുന്നത്. നീ സീബായാണോ എന്ന് ചോദിച്ചു. ഉടനെ അവൻ പറഞ്ഞു, അടിയൻ, ഐ ആം യുവർ സെർവന്റ്. ഉടനെ ദാവീദ് പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ദൈവത്തിന് ശൗലിന്റെ കുടുംബത്തോട് ദയ കാണിക്കണം. ദൈവത്തിന് ആ ഫാമിലിയിൽ ഒരാളെ ബ്ലസ് ചെയ്യണം, ട്രിഗർ ചെയ്യണം. ഉടനെ സീബ പറയുന്നു, 2 കാലും മുടന്തനായിട്ട് യോനാഥാന്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. ഇനി ആ കുടുംബത്തിലുള്ളത് ഒരുത്തൻ മാത്രമാണ്. അവന്റെ പേര് മെഹിബോശത്ത് എന്നാണ്. മെഹിബോശത്ത് യോനാഥാന്റെ മകനാണ്. പക്ഷേ മെഹിബോശത്ത് 2 കാലും മുടന്തനായി തീർന്ന വ്യക്തിയാണ്. എങ്ങനെയാണ് മെഹിബോശത്ത് മുടന്തനായത്? 2 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു. 2 Samuel chapter 4 verse 4. ശൗലിന്റെ മകനായ യോനാഥാന് 2 കാലും മുടന്തുള്ളനായി ഒരു മകൻ ഉണ്ടായിരുന്നു. ഇസ്രായേലിൽ നിന്ന് ശൗലിന്റെയും യോനാഥാന്റെയും വർത്തമാനം എത്തിയ സമയം ഈ കൊച്ചിന്, ഈ മെഹിബോശത്തിന് 5 വയസ്സായിരുന്നു. അപ്പോൾ അവന്റെ ധാത്രി എന്ന് പറഞ്ഞാൽ നേഴ്സ് അവനെ എടുത്തുകൊണ്ടോടി. അവൾ ബന്ധപ്പെട്ടോടുമ്പോൾ അവൻ വീണ് മുടന്തനായി. അവന് മെഹിബോശത്ത് എന്ന പേരായി. ഒറ്റ ദിവസം തന്നെ 2 റിപ്പോർട്ടുകൾ വരുന്നു. നമുക്കറിയാം, ശമൂവേലിന്റെ പ്രവചന പുസ്തകം 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് യോനാഥാനും ശൗലും മരിച്ചതെന്ന്. ശമൂവേൽ ഐ തിങ്ക് 31-ാം അധ്യായം 2, 3, 4, 5, 6. 6-ാമത്തെ വാക്യം ഇമ്പോർട്ടൻ്റ് ആണ്. 6-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, വായിച്ചോ. ഫെലിസ്ത്യർ ശൗലിനെയും കുറച്ച് ഒരു 10 മിനിറ്റ് എനിക്ക് തരണം. നിങ്ങൾ എനിക്ക് ഈ ചരിത്ര പശ്ചാത്തലം ഒന്ന് പറഞ്ഞിട്ട് വേണം എനിക്ക് മിനിസ്റ്റർ ചെയ്യാൻ. ഓക്കെ. ഫെലിസ്ത്യർ ശൗലിനെയും അവന്റെ പുത്രന്മാരെയും പിന്തുടർന്ന് ചെന്ന ഫെലിസ്ത്യർ ശൗലിന്റെ പുത്രന്മാരായ യോനാഥാൻ, അബീനാദാബ്, മെൽക്യൂഷുവ എന്നിവരെ കൊന്നു. ഓക്കെ. അപ്പം യോനാഥാൻ മരിച്ചു. യോനാഥാന്റെ സഹോദരങ്ങളും മരണപ്പെട്ടു. വീണ്ടും പറയുന്നു, യോനാഥാനും ആ സഹോദരങ്ങളും ശൗൽ എന്ന രാജാവിന്റെ മക്കളായിരുന്നു. The same day, next thing is happened. Please read. എന്നാൽ പട ശൗലിന്റെ നേരെ ഏറ്റവും മുറുകി. വില്ലാളികൾ അവനെ ദൃഷ്ടിവെച്ചു. വില്ലാളികളാൽ അവൻ ഏറ്റവും വിഷമത്തിലായി. ശൗൽ തന്റെ ആയുധവാഹകനോട്, ഈ അഗ്രേറമികൾ വന്ന് എന്നെ കുത്തിക്കളയുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു.
ശൗൽ മരിച്ചു എന്ന് അവന്റെ ആയുധവാഹൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ തന്റെ വാളിന്മേൽ വീണ് അവനോട് കൂടെ മരിച്ചു. 6-ാമത്തെ വാക്യം. ഇങ്ങനെ ശൗലും അവന്റെ 3 പുത്രന്മാരും അവന്റെ ആയുധവാഹകനും അവന്റെ ആളുകളൊക്കെയും അന്ന് ഒന്നിച്ച് മരിച്ചു. അപ്പോ മെഫീബോശേത്തിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? മെഫീബോശേത്തിനെ സംബന്ധിച്ച് പാസ്റ്റർ ക്രിസ്റ്റി ഒരു ദിവസം ഒറ്റ വാർത്ത വരികയാണ്. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ 5 വയസ്സുള്ള ഈ കുഞ്ഞിനെ എടുത്തോണ്ട ധാത്രി അല്ലെങ്കിൽ അവന്റെ നേഴ്സ്, അവനെ പരിചരിക്കുന്ന സഹോദരി എന്തുകൊണ്ടാണ് വെപ്രാളപ്പെട്ട് എഴുന്നേറ്റോടി? ആ ഓടിയ ഓട്ടത്തിൽ എങ്ങനെയോ വീണാണ് ഈ കുഞ്ഞിന്റെ കാല് ഒടിഞ്ഞ് മുടന്തായി പോകുന്നത്. കാരണം ഒറ്റ ദിവസം തന്നെ റിപ്പോർട്ട് വരികയാണ്, അപ്പനും പോയി വല്യപ്പനും പോയി. ഒരൊറ്റ ദിവസം തന്നെ അവന്റെ അപ്പനും മരിച്ചു, അപ്പനായ യോനാഥാനും മരിച്ചു, അവന്റെ വല്യപ്പനായ ശൗലും മരണപ്പെട്ടു എന്ന വാർത്ത, ഒരു ഷോക്കിംഗ് ന്യൂസ് വരുമ്പോൾ ആ വെപ്രാളത്തിൽ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് ഓടുന്ന വഴിക്കാണ് മെഫീബോശേത്ത് മുടന്തനായി പോയത്. എന്നാൽ അതിനുശേഷം ചരിത്രത്തിൽ എങ്ങും ഈ മെഫീബോശേത്തിനെയോ യോനാഥാനെയോ കാണുന്നില്ല. കാരണം യോനാഥാൻ മരിച്ചു, ശൗൽ മരിച്ചു. ഈ മെഫീബോശേത്ത് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ദാവീദ് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കുടുംബത്തെ മെഫീബോശേത്തിനെ അപ്പനില്ല, വല്യപ്പനില്ല, അപ്പന്റെ സഹോദരങ്ങളില്ല, ആരുമില്ലാത്ത ഈ മുടന്തൻ ദാവീദ് ഈ മെഫീബോശേത്തിനെ അന്വേഷിക്കുമ്പോൾ ഈ മെഫീബോശേത്ത് ദാവീദിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 8-ാമത്തെ വാക്യത്തിൽ 1 ശമൂവേൽ 2 ശമൂവേൽ 9:8 വാക്യത്തിൽ, ചത്ത നായെ പോലിരിക്കുന്ന അടിയനെ നീ കടാശിക്കാൻ അടിയൻ എന്തുള്ളൂ? നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ കൊല്ലംകാർക്ക്? ഒരു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നായയുടെ, ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്ത എന്നെ എന്താണ് രാജാവെ നീ അന്വേഷിച്ചതിന്റെ കാരണം? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? നിങ്ങൾ എന്നെ സൂക്ഷിച്ചു നോക്കുന്നേനാ? അതും ഒരു ചത്ത നായയുടെ വില പോലും ഇല്ലാത്ത എനിക്ക്, ഒരു ചത്ത നായെ പോലിരിക്കുന്ന എനിക്ക്, ആരോരും ഇല്ലാത്ത ഈ മുടന്തന് എന്നെ കടാക്ഷിക്കാൻ അടിയൻ എന്തുള്ളൂ? നീ പ്രതീക്ഷിക്കാത്ത ചിലത് നിന്നെ തേടി വരുന്നുണ്ട്. You never expected, you never think. മെഫീബോശേത്ത് ചിന്തിച്ചതല്ല, വിചാരിച്ചതല്ല. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾക്കൊരു സത്യം അറിയോ? ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന് ഇഷ്ടമല്ലാത്ത 2 കൂട്ടരുണ്ട്. നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന് ഇഷ്ടമല്ലാത്ത 2 കൂട്ടരുണ്ട്. മുടന്തന്മാരെയും കുരുടന്മാരെയും ദാവീദിന് ഇഷ്ടമല്ലായിരുന്നു. മുടന്തന്മാരെയും കുരുടന്മാരെയും ദാവീദ് അടുപ്പിക്കില്ലായിരുന്നു. 2 Samuel chapter 5 verse 7 and 8. 2 ശമൂവേൽ 5, 7, 8 വാക്യം. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു, അത് തന്നെ ദാവീദിന്റെ നഗരം. അന്ന് ദാവീദ് ആരെങ്കിലും യെബൂസ്യരെ തോൽപ്പിച്ചാൽ നീർപ്പാത്തിയിൽ കൂടി കയറി ദാവീദിന് വെറുപ്പായുള്ള മുടന്തരെയും കുരുടരെയും പിടിക്കട്ടെ. ദാവീദിന് വെറുപ്പായുള്ള മുടന്തരെയും കുരുടരെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുരുടരും മുടന്തരും വീട്ടിൽ വരരുത് എന്നൊരു ചൊല്ല് നടപ്പായി. ദാവീദിന് ഇഷ്ടമല്ലാതിരുന്ന 2 കൂട്ടരാണ്
മുടന്തരും കുരുടരും അവര് എന്റെ അരമനയിൽ, എന്റെ പാലസിലേക്ക് വരരുത് എന്ന് ദാവീദ് പറഞ്ഞിരുന്നു. എന്തോ എനിക്കറിയില്ല, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ദാവീദിന് അവരോട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു ചൊല്ല് തന്നെ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. പുള്ളിക്ക് കുരുടരെയും മുടന്തരോടും പുള്ളിക്ക് ഒരു ദയയില്ലാത്ത ആളാണ്, പുള്ളി മൈൻഡ് പോലും ചെയ്യില്ല അവരെ എന്നൊരു ചൊല്ല് തന്നെ അന്ന് ഇസ്രായേൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഒരുത്തനൊരു ഒഴിവുണ്ടാകുകയാണ്. ബിക്കോസ് ദാവീദിന്റെ അകത്തെ ആത്മാവ് കോയിൻസിഡൻസ് ഉണ്ടാകുകയല്ല, ട്രിഗറിയാണ്. The spirit is triggering to bless him. ഞാൻ ഇന്ന് ഈ പട്ടണത്തിൽ നിൽക്കുമ്പോൾ ഇത് നീ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് എന്റെ മെസ്സേജ് ആണ്, ഇത് ഞാൻ എടുക്കുകയാണ്. നിന്നെ ഒരിക്കലും ഇഷ്ടമല്ലാത്ത വ്യക്തിക്ക് പോലും നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റാത്ത നിലകളിൽ നിന്നെ കരുതേണ്ട വ്യക്തി കരുതാതിരിക്കുമ്പോൾ, നിന്നെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന സ്ഥലത്ത്, നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന തലത്തിൽ ഇത് നോർമലി സംഭവിക്കുന്നതല്ല. ബിക്കോസ് ശൗലിന്റെ കുടുംബം ദാവീദിന് ഉപദ്രവമേ ചെയ്തിട്ടുള്ളൂ. Think about the situations. My God is not a God of situations, of circumstances. ശൗലിന്റെ കുടുംബം ദാവീദിനെ ഒത്തിരി ഉപദ്രവിച്ചതാ. ആ മനുഷ്യന്റെ ഒരു മോളെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ, മീഖളിനെ കെട്ടിയതിന്റെ പേരിൽ ഈ മനുഷ്യൻ ഒത്തിരി അനുഭവിച്ചതാ. സ്വന്തം ഭാര്യ ശൗലിന്റെ മകൾ മീഖൾ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ എന്തിനാ മനുഷ്യ, നിങ്ങളൊരു രാജാവാന്ന് ഓർക്കണ്ടേ, ഈ പാട്ടും പ്രാർത്ഥനയും കയ്യടിയും ഡാൻസും ഒക്കെ നിർത്തിക്കൂടെ? സ്പിരിച്വലി അറ്റാക്ക് ചെയ്തു, ഫിസിക്കലി അറ്റാക്ക് ചെയ്തു. ഇപ്പൊ ദാവീദ് രാജാവാണ്, സകല അധികാരത്തിലും ഇരിക്കുന്നവനാണ്. ഒന്ന് ശൗലിന്റെ ഫാമിലിയാണ് മെഫീബോശെത്ത്, രണ്ട് മെഫീബോശെത്ത് മുടമ്പനാണ്. ഈ രണ്ട് കൂട്ടരെയും ദാവീദ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്തതാണ്. But the spirit is triggering him. എന്താണ് ദാവീദ് മെഫീബോശെത്തിനോട് പറഞ്ഞത്? 7-ാം വാക്യം, ഭയപ്പെടണ്ട, നിന്റെ അപ്പനായ യോനാഥാൻ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരും. നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ, ചത്ത നായയുടെ വില പോലും ഇല്ലാത്ത നിനക്ക് ഇന്നു മുതൽ രാജഭോജനമാണ്. ഈ ദൈവം ഇന്നും ജീവനോടുണ്ട് എന്നുള്ളവർക്ക് ആമേൻ പറയാം. ഇന്ന് ഞാൻ പച്ചയ്ക്ക് പറയാണ്, അത് ഏറ്റെടുക്കേണ്ടവർക്ക് ഏറ്റെടുക്കാം. ഒരു നായയുടെ വില പോലും, ഒരു പട്ടിയുടെ വില പോലും എനിക്ക് അവര് തന്നില്ലെന്ന് പറഞ്ഞവന്റെ മുൻപിൽ നിന്നെ കൈപിടിച്ച് ഉയർത്താൻ കഴിയുന്ന ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, I release this word in this atmosphere.
11-ാമത്തെ വാക്യത്തിൽ പറയുന്നു മെഫീബോശേത്ത്, 11-ാമത്തെ വാക്യം, മെഫീബോശേത്ത് രാജകുമാരന്മാരിൽ ഒരുത്തനെന്ന പോലെ ദാവീദിന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു. So Mephibosheth eat at David's table as son of the king's son. പട്ടിയുടെ പോലും വിലയില്ലാത്തവനെ രാജകുമാരനാക്കാൻ നിനക്ക് വേണ്ട I receive this word. കർത്താവേ, പരാജയപ്പെട്ടവർ ഇതിനകത്ത് കിടപ്പുണ്ട്. മനുഷ്യൻ ഒരു വിലയും കൽപ്പിക്കാത്തവർ ഇതിനകത്തുണ്ട്. എല്ലാവരും എഴുതി തള്ളിയവർ ഇതിനകത്തുണ്ട്. ഒരു നായയുടെ വില പോലും എനിക്കില്ല എന്ന് ചിന്തിച്ചവർ ഇതിനകത്തുണ്ട്. ഇന്ന് പകൽ നീ വിളിച്ചു പറയാമോ, എന്നെ മറക്കാത്ത, എന്നെ ഓർക്കുന്ന, അപ്പനില്ലെങ്കിലും വല്യപ്പനില്ലെങ്കിലും കുടുംബക്കാരില്ലെങ്കിലും എന്നെ ഓർക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ എനിക്കുണ്ട്. മെഫീബോശേത്തിന്റെ ദൈവം, എന്റെ ദൈവം. മെഫീബോശേത്ത് ഒരു ചെറിയ മകനുണ്ടായിരുന്നു, അവന് മീഖായ എന്ന പേര്. സീബയുടെ വീട്ടിലുള്ളവരൊക്കെയും മെഫീബോശേത്തിന് ഭൃത്യന്മാരായി തീർന്നു. നിങ്ങൾക്കറിയാമോ, ഈ സീബ എന്ന് പറയുന്ന മനുഷ്യന് 15 പുത്രന്മാരും, 10-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം, 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. ആർക്ക്? പറ. സീബയ്ക്ക്. എന്ന് പറഞ്ഞാൽ 35 പേർ. ഇപ്പൊ ഈ ചത്ത നായയുടെ വില പോലും ഇല്ലാത്ത മെഫീബോശേത്തിനെ ടേക്ക് കെയർ ചെയ്യാൻ 35 സെർവൻസ് ഉണ്ട്. മുടന്തന്മാരോട് താല്പര്യമില്ലാത്തവന്റെ സ്പിരിറ്റിൽ ട്രിഗർ ചെയ്യുകയാണ്. ശത്രുതയുള്ള ശൗലിന്റെ കുടുംബത്തെ ദയ കാണിക്കാൻ, ദൈവത്തിന്റെ ദയ കാണിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ദാവീദിനെ ട്രിഗർ ചെയ്യുകയാണ്. ഇന്ന് പകലിൽ നീ പ്രതീക്ഷിക്കാത്ത ചിലത് നിന്നെ തേടി വരുന്നുണ്ട് എന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? I believe that. I believe that. In the mighty name of Jesus, I completely believe that. ദൈവം നിങ്ങളെ കണ്ടൊരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന്റെ ഫേവർ എവിടെങ്കിലും നിങ്ങളുടെ മേളിൽ കിടപ്പുണ്ടെങ്കിൽ, രാജാവിന്റെ മകനായി രാജഭോജനം കഴിച്ച് കൊട്ടാരത്തിലെത്തിയ മെഫീബോശേത്ത് 35 വേലക്കാരാണ് അവനെ ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത്. ഈ മുടന്തൻ പറയുന്നു, ചത്ത നായയുടെ വില പോലും ഇല്ലാത്ത എന്നെ കടാക്ഷിക്കാൻ ഇതെന്തുവാ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നേ? What is happening? നീ ഈ സാക്ഷ്യം പറയുന്ന സമയം is coming. ഞാൻ ആത്മമണ്ഡലത്തിൽ സ്പിരിച്വൽ റിലം, I am preaching the spiritual dimensions. ഈ സ്പിരിച്വൽ റിലത്തിൽ ഞാൻ ഇന്ന് ഈ വേർഡ് റിലീസ് ചെയ്യുന്നു. My God is going to honor you. എന്റെ ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു.
Can you please let us say that word, new dimension? New dimensions. Without expectations. Without imaginations. Without expectations. Without imaginations. The new dimension. Hallelujah. 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 ഒറ്റ സെക്കൻഡ് കൊണ്ട് നിന്റെ ചരിത്രത്തെ തിരിക്കാൻ കഴിവുള്ള നായയുടെ പോലും വിലയില്ലാത്തവൻ കൊട്ടാരത്തിനകത്ത് Lord, I decree and I declare the mighty favor, the mighty honor is given. In the name of Jesus. Shananama. നിന്റെ അവകാശം സ്പിരിറ്റ് ഉള്ളത്തിൽ ആക്ടിവേറ്റഡ് ആണെങ്കിൽ നീ ആത്മമണ്ഡലത്തെയാണോ എതിർക്കുന്നേ, നീ വിമർശിക്കുന്നേ? സ്പിരിച്വൽ മിനിസ്ട്രി ആണോ നീ എതിർക്കുന്നേ? You are in trouble. You are in trouble. But when you accepting the spiritual realms, you are going to enter the mighty deliverance and blessings and the abundance like a Mephibosheth. In the name of Jesus. Without your physical condition, my God, no need to know your physical condition. What is happening? Your circumstances, my God can change it. My God can change it. He can do it, any miracles, anytime. Anytime. That is not your time. That is not your time. That is His time. മെഗിബോശത്തെ, നീ ചിന്തിച്ച സമയത്തല്ല നിനക്ക് വിളി വന്നേ. മെഗിബോശത്തെ, നീ ചിന്തിച്ച സമയത്തല്ല നിനക്ക് വിളി വന്നേ. ഇന്ന് പകൽ ആത്മാവ് ചിലരോട് പ്രവചിക്കുന്നു. നീ ചിന്തിക്കാത്ത സമയത്ത്, നീ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന് നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവർ, ഓ, ദൈവം കണ്ട വ്യക്തികൾ അവകാശികൾ. അവന്റെ അവകാശം അവന്റെ കയ്യിലെത്തും. നീ മുടന്തനാണോ, കുരുടനാണോ, സർട്ടിഫിക്കറ്റ് ഉള്ളവനാണോ, സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവനാണോ, നീ പാസ്സായിട്ടുണ്ടോ, പാസ്സായിട്ടില്ലയോ, നിനക്ക് ഇംഗ്ലീഷ് അറിയാമോ, മലയാളം അറിയാമോ, ദൈവത്തിന് ഇത് വിഷയമല്ല. അപ്പനുണ്ടോ, വല്യപ്പനുണ്ടോ, ദൈവത്തിന് ഇത് വിഷയമല്ല. അമ്മാച്ചൻ അമേരിക്കയിലുണ്ടോ, ദൈവത്തിന് ഇത് വിഷയമല്ല. നോ 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 നോ. My God is a God of Mephibosheth. മുടന്തനായ മെഫീബോശത്തിന് തന്നെ എഴുന്നേറ്റ് നടക്കാൻ മേലാത്തവന്, രാജാവിന് ദയ കാണിക്കുവാൻ, ദൈവത്തിന്റെ ദയ കാണിക്കാൻ സമയം വന്നപ്പോൾ മെഫീബോശത്തിനെ നിനക്ക് ടൈം ഉണ്ടോ എന്ന് ചോദിക്കുവല്ല, എന്റെ ടൈമായെന്ന് പറയുക. Ezekiel 21, Ezekiel 21, 26 and 27. Ezekiel 21, 26, 27. Thank you, Holy Spirit. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. See, ശൗലിനോടുള്ള ബന്ധത്തിൽ അവന്റെ മകുടം നീങ്ങി, അവന്റെ കിരീടം അവന് നഷ്ടപ്പെട്ടു. എന്നാൽ ബൈബിൾ പറയുന്നു, ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതായിരിക്കും. ഞാൻ അന്ന് ആ അവകാശിക്ക് അന്ന് ഞാൻ അതവന് കൊടുത്തിരിക്കും.
ഹേ, നിന്റെ അവകാശം നിന്നിൽ വരാൻ ഞാൻ മകുടം നീക്കി. 26-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു, കിരീടം എടുത്തു കളയും, ഞാൻ താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. അവകാശിയുടെ കയ്യിൽ അവകാശം എത്താൻ, ശൗലേ, നീ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ സമയത്തും യോനാഥാനോട് നീ എതിർപ്പായിരുന്നു. എല്ലാ സമയത്തും യോനാഥാനെ നീ പ്രാകുമായിരുന്നു. എല്ലാ സമയത്തും ശൗൽ യോനാഥാന് വിരോധമായിരുന്നു. ബിക്കോസ് ഇശ്ശായിയുടെ മകനായ ദാവീദിനെ യോനാഥാൻ സ്നേഹിച്ചത് കാരണം കൊണ്ട്. യോനാഥാന്റെ മുഴുവൻ അവകാശവും നീ വെട്ടിപ്പിടിച്ചും നേടിയെടുത്തതും എല്ലാം നീ ഇട്ടിട്ട് പോയി. പക്ഷെ നീ പ്രതീക്ഷിക്കാത്ത ഒരു മെഫീബോശേത്ത്, you never expected. ഏറ്റവും ഉയരമുള്ള രാജാവായിരുന്ന ശൗൽ വെറും കൈയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, ആരോഗ്യമുള്ള ശൗൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, ശക്തനായിരുന്ന വീരന്മാരെയും ശൂരന്മാരെയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ശൗൽ മാറ്റപ്പെടുമ്പോൾ മുടന്തൻ അവകാശിയാവുകയാണ്. സ്വന്തമായി എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവന്, സത്യത്തിൽ അവനെ ഒന്ന് കൈപിടിച്ച് നടത്താൻ അവന്റെ വീട്ടിൽ ആരും കാണത്തില്ല. അവൻ അപ്പനില്ല, വല്യപ്പനില്ല, അവൻ ആരുമില്ലാത്തവനാ. പക്ഷേ സ്വർഗത്തിലെ ദൈവം അവന് ചുറ്റും നിൽക്കാൻ 35 സെർവൻസിനെ, 35 servants. ഞാൻ ഈ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഏത് മുടന്തന്റെയും, ഏത് കുരുടന്റെയും, ഏത് കള്ളുകുടിയന്റെയും, ഏത് പരാജിതന്റെയും, ഏത് കടഭാരമുള്ളവന്റെ, ഏത് തകർന്നവന്റെയും, ഏത് പരാജിതന്റെയും ചരിത്രത്തെ ഒറ്റ സെക്കൻഡ് കൊണ്ട് തിരിക്കാൻ കഴിയുന്ന ഈ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവകാശി വരുവോളം അവകാശത്തിനെതിരെ നിൽക്കുന്നവനെ ഞാൻ ഉന്മൂലനാശം ചെയ്യും. നിന്റെ അവകാശത്തിനെതിരെ നിൽക്കുന്നവന്റെ മകുടവും കിരീടവും ഞാൻ ഉടച്ചു കളയും. എന്നാൽ അവകാശിയുടെ കയ്യിൽ ആരൊക്കെ എതിർത്താലും, ആരൊക്കെ നിനക്ക് വിരോധമായി എഴുന്നേറ്റാലും, ആരൊക്കെ അസൂയ പിടിച്ചു നിന്നാലും, നീയാണോ അവകാശി, നിന്റെ കയ്യിൽ വരേണ്ടത് നിന്റെ കയ്യിൽ വന്നിരിക്കും. Hallelujah. Nasi pelenaus lena mokurinena. ഞാനിങ്ങനെ ഈ ഭാഗങ്ങൾ ദൈവസന്നിധിയിൽ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, എന്തുകൊണ്ട് യോനാഥാന്റെ മകനായ മെഫീബോശേത്ത് അനുഗ്രഹത്തിന്റെ തലങ്ങളിലേക്ക് ഉയർന്നു. ചെറിയ ഉയർച്ചയല്ല. ദിസ് ഈസ് നോട്ട് കോയിൻസിഡൻസ്. ഇത് വേറൊരാൾക്ക് സംഭവിച്ചതല്ല. അതാ ഞാൻ പറഞ്ഞേ, ഇത് വേറൊരാൾക്ക് സംഭവിച്ചതല്ല. കാരണം ഒരു മുടന്തന്മാർക്കും ദാവീദ് ഒരു നന്മയും ചെയ്തിട്ടില്ല. മാരൊന്ന് കണ്ടേക്കരുതെന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ നിനക്ക് മാത്രം നിന്റെ കാര്യത്തിൽ എന്തോ ആരുടെയോ മനസ്സിൽ ഒറ്റ പാസ്റ്റർമാരെ ഇഷ്ടമല്ലാത്തവർക്ക് നിന്നെ ഇഷ്ടമാണ്. ഒറ്റ പാട്ടുകാരെ ഇഷ്ടമല്ലാത്തവർക്ക് നിന്നെ ഇഷ്ടമാണ്. ആർക്കും 10 പൈസയുടെ നന്മ ചെയ്യാത്ത ആള് നിന്നെ കാണുമ്പോൾ തരികയാണ്. I don't know what is happening. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പലരും ഒതുങ്ങി തകർന്നു പോയപ്പോൾ
വലിയ വലിയ വിഷയങ്ങളുടെ നടുവിലും നിന്നെ മാത്രം ദൈവം അത്ഭുതമാക്കി നിർത്തുകയാണ്. കാരണങ്ങളുണ്ട്. പറഞ്ഞേ, മെഫീബോശേത്ത് അനുഗ്രഹിക്കപ്പെടാൻ ആത്മമണ്ഡലത്തിൽ കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ദാവീദിന്റെ അകത്ത് സ്പിരിറ്റ്, ആത്മാവ്, ദാവീദ് പറഞ്ഞത് എന്റെ ദയ അവനെ കാണിക്കേണ്ടതിനല്ല, ദൈവത്തിന്റെ ദയ അവനെ കാണിക്കേണ്ടത്. ബിക്കോസ് എന്റെ ദൈവം എന്നോട് ഇടപെടുന്നു മെഫീബോശേത്തിനെ വിളിക്കാൻ. അപ്പൊ പറയുന്നു മെഫീബോശേത്ത് മുടന്തനാണ്. 5 വയസ്സ് പ്രായമുള്ളപ്പോ തൊട്ട് മുടന്തനാണ്. അവന്റെ അപ്പനും വല്യപ്പനും അവന്റെ അപ്പാപ്പന്മാരും ഒറ്റ ദിവസം മരണപ്പെട്ടതാണ്. അവന്റെ അമ്മയായ അവന്റെ എന്താ പറയുന്നേ, കൊച്ചമ്മയോ, മീഖൽ, യോനാഥാന്റെ മാവി അവന്റെ മാവിയായ മീഖൽ, അവളാണെങ്കിൽ പ്രാർത്ഥനയെന്ന് കേൾക്കുമ്പോൾ അലർജി ഉള്ള ആളാണ്. ആരും മിണ്ടുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു കുടുംബത്തിനകത്ത് ഒരുത്തനെ മാത്രം ദൈവം ഫോക്കസ് ചെയ്യുന്നു. ഞാൻ വ്യക്തിപരമായി നോക്കുമ്പോൾ മെഫീബോശേത്തിൽ ഒരുപാട് കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. മെഫീബോശേത്ത് തന്നെ പറയുന്നു ഞാനൊരു ഫെയില്യൂർ പേഴ്സൺ ആണ്. മെഫീബോശേത്ത് തന്നെ പറയുന്നു ഞാനൊരു പരാജിതനാണ്, പരാജയപ്പെട്ടവനാണ്. ഒരു നായുടെ, ഒരു പട്ടിയുടെ വില പോലും, ഒരു ചത്ത നായുടെ വില പോലും എനിക്കില്ലാത്തവനാണ്. ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം ചില ഹൃദയങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിന്റെ അപ്പനോ, നിന്റെ വല്യപ്പനോ, നിന്റെ കുടുംബക്കാരോ, നിന്റെ ചാർച്ചക്കാരോ നിനക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതോ, നിക്ഷേപിച്ചതോ, നിന്നെ ഓർത്തതോ ഓർക്കാതിരുന്നതോ ഒന്നും ഒരു കാര്യമല്ല. അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചോ, യഹോവ നിന്നെ ചേർത്തുകൊള്ളും. വീട്ടുകാരും കുടുംബക്കാരും എല്ലാം നിനക്കെതിരാണോ? മെഫീബോശേത്തേ, തന്നെ എഴുന്നേറ്റ് നടക്കാൻ മേലാത്ത നിന്നെ രാജാവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവനാക്കി. മെഫീബോശേത്തിന്റെ മകനും ഇനി വളരാൻ പോകുന്നത് ദാവീദിന്റെ കൊട്ടാരത്തിനകത്താണ്. That realm, that level is amazing. അതിനപ്പുറത്തൊരു ഭൗതിക മേഖലയിൽ അതിനപ്പുറത്തൊന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം, എന്തുകൊണ്ട് മെഫീബോശേത്ത് യോനാഥാന്റെ മകൻ അനുഗ്രഹീതനായി സ്പിരിറ്റ് ഉള്ളത്തിൽ അവൻ ബ്ലെസ്ഡ് ആകാൻ, വാട്ട് ഈസ് ദ റീസൺ? ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറയാൻ പോവാ. 1 ശമൂവേൽ 19:1-2 വാക്യങ്ങൾ. 1 Samuel chapter 19. അനന്തരം ശൗൽ തന്റെ മകനായ യോനാഥാനോടും തന്റെ സകല ഭൃത്യന്മാരോടും ദാവീദിനെ കൊല്ലണം എന്ന് ശൗൽ പറഞ്ഞു. ആരോട് പറഞ്ഞു? ദാവീദിനെ കൊല്ലണമെന്ന് ശൗൽ തന്റെ മകനായ യോനാഥാനോട് പറഞ്ഞു. യോനാഥാന്റെ മകനാണ് മെഫീബോശേത്ത്. ഓക്കെ. പക്ഷെ യോനാഥാന് അഭിഷിക്തനെ, ദാവീദിനെ വളരെ ഇഷ്ടമായിരുന്നത് കൊണ്ട് യോനാഥാൻ ദാവീദിനോട്, എന്റെ അപ്പനായ ശൗൽ നിന്നെ കൊല്ലാൻ നോക്കുന്നു, ആകയാൽ നീ രാവിലെ സൂക്ഷിച്ച് ഗൂഢമായൊരു സ്ഥലത്ത് ഒളിച്ചു പാർക്കാം. ദൈവപുരുഷനായ അഭിഷിക്തനായ ദാവീദിനോട് യോനാഥാന് ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അത് ബാഹ്യമല്ലായിരുന്നു, അത് ഹൃദയപൂർവമുള്ള ഒരു സ്നേഹമായിരുന്നു. ഇന്നിവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ ദൈവികമായ അഭിഷേകത്തെയും ദൈവത്തിന്റെ അഭിഷിക്തന്മാരെയും നിങ്ങൾ ഓണർ ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി യുവർ ജനറേഷൻ, നിന്റെ തലമുറ
അനുഗ്രഹിക്കപ്പെടും. അവൻ മുടന്തനായാലും ആരോരും ഇല്ലാത്തവനാണെങ്കിലും ദൈവം അവനെ ഓർക്കും. പറയുന്നു, ഞാൻ പുറപ്പെട്ട് നീ ഇരിക്കുന്ന വയലിൽ എൻ്റെ അപ്പൻ അടുക്കൽ നിന്നെക്കുറിച്ച് എൻ്റെ അപ്പനോട് സംസാരിക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെ അറിയിക്കാം എന്ന് യോനാഥാൻ ദാവീദിനോട് പറയുകയാണ്. ഇനി പ്രധാന ഒരു ഭാഗം നമ്മൾ വായിക്കേണ്ട ഒരു ഭാഗമുണ്ട്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാത്തുള്ളൂ. 1 ശമൂവേൽ 20 വരണം. നമ്മൾ 19 വായിച്ചത്. ആ 20-ാം അധ്യായത്തിന്റെ 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, അതിന്റെ 9-ാമത്തെ വാക്യം, അതിന് യോനാഥാൻ, നിനക്ക് അങ്ങനെ വരാതിരിക്കട്ടെ, എൻ്റെ അപ്പൻ നിനക്ക് ദോഷം വരുത്തുവാൻ നിർണയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ അറിയിക്കാതിരിക്കുമോ? യോനാഥാൻ പറയുന്നു, അപ്പനായ ശൗൽ യോനാഥാനെയും തൻ്റെ സഹോദരങ്ങളെയും പട്ടാളത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ അഭിഷിക്തന് വിരോധമായി പ്രവർത്തിക്കാനും തീർത്തു കളയാനും. പക്ഷേ യോനാഥാൻ വന്ന് പറയുന്നു, വീട്ടിൽ എന്ത് ചലനങ്ങൾ നടന്നാലും ഞാൻ അഭിഷിക്തനെതിരെ സംസാരിക്കുന്നവനല്ല, ഞാൻ അഭിഷിക്തന് വിരോധമായി വീട്ടിൽ കമ്മിറ്റി കൂടുന്ന ആളല്ല. എന്റെ വീട്ടിൽ അങ്ങനെ ഒരു ചർച്ച വന്നാൽ ദൈവപുരുഷനെ ഞാൻ നിന്നെ അറിയിക്കാതിരിക്കുമോ? 13-ാമത്തെ വാക്യത്തിൽ, ഞാൻ എല്ലാം വായിക്കാൻ നേരെയില്ലാത്തതുകൊണ്ട് 13-ാമത്തെ വാക്യത്തിൽ, എന്നാൽ നിന്നോട് ദോഷം ചെയ്യുവാനാകുന്നു എൻ്റെ അപ്പന്റെ ഭാവമെങ്കിൽ ഞാനത് നിന്നെ അറിയിച്ച് നീ സമാധാനത്തോടെ പോകേണ്ടതിന് നിന്നെ പറഞ്ഞയക്കാതിരുന്നാൽ യഹോവ യോനാഥാനോട് തക്കവണ്ണം അധികം ചെയ്യട്ടെ. യഹോവ എൻ്റെ അപ്പനോട് കൂടി ഇരുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കട്ടെ. ബിക്കോസ് യോനാഥാന്റെ ആഗ്രഹം നിങ്ങൾക്കറിയാവോ, ദാവീദ് മരിച്ചാൽ അതിന്റെ ബെനിഫിറ്റ് ആർക്കാന്നറിയാവോ? ദാവീദ് മരിച്ചാൽ അതിന്റെ ബെനിഫിറ്റ് യോനാഥാനാണ്. കാരണം ശൗൽ കഴിഞ്ഞാൽ the next king, അടുത്ത രാജാവ് എന്ന് പറയുന്നത് യോനാഥാനാണ്. പക്ഷെ ഇപ്പോൾ ദാവീദ് ദൈവത്തിന്റെ അഭിഷിക്തനായി ശമൂവേൽ രാജാവായി അവനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവൻ ഇല്ലാതായാൽ പേഴ്സണൽ ബെനിഫിറ്റ് യോനാഥാനാ ഉണ്ടാകുന്നത്. പക്ഷേ യോനാഥാൻ സ്റ്റാൻഡ് ചെയ്യുന്നത് അവന്റെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയല്ല. അങ്ങനെ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ തലമുറയെ ദൈവം ഓർക്കുമെന്ന് കർത്താവ് പറയുന്നു. യഹോവ യോനാഥാനോട് തക്കവണ്ണം അധികം ചെയ്യട്ടെ. യഹോവ എൻ്റെ അപ്പനോട് കൂടി ഇരുന്നത് പോലെ നിന്റെ കൂടെയും ഇരിക്കുമാറാകട്ടെ. ഇനി 14-15 ഞാൻ ഇനി ജീവനോടെ ഇരിക്കുകയാകുന്നു എങ്കിൽ ഞാൻ മരിക്കാതെ വണ്ണം യഹോവയുടെ ദയ നീ കാണിക്കേണ്ടത് എന്നോട് മാത്രമല്ല, എൻ്റെ ഗ്രഹത്തോടും നിന്റെ ദയ ഒരിക്കലും അറ്റുപോകരുത്. ലിസൺ, യോനാഥാൻ ദാവീദിനോട് പറയുകയാണ്, എനിക്കറിയില്ല, ഞാൻ ഒരു വാരിയറാണ്, ഒരു പടയാളിയാണ്. അറ്റ് എനി ടൈം എനിക്ക് ചിലപ്പോൾ മരണം സംഭവിക്കാം. പക്ഷെ അങ്ങനൊന്നും ഉണ്ടായാൽ, ശരിക്കും പറഞ്ഞാൽ യോനാഥാനേക്കായിലും ഭീഷണി ദാവീദിനാണുള്ളത്. യോനാഥാനെ ആരും കൊല്ലാൻ നടക്കുന്നില്ല, പക്ഷെ ദാവീദിനെ കൊല്ലാൻ അകത്തും പുറത്തും ആളാണ്. യോനാഥാന് വിരോധമായി ഫെലിസ്ത്യർ നിൽക്കുന്നു, പക്ഷെ ദാവീദിന് വിരോധമായി ഫെലിസ്ത്യരുമുണ്ട്, ശൗലും അവന്റെ കൂട്ടരുമുണ്ട്. അകത്തും പുറത്തും ഒരുപോലെ യുദ്ധം അനുഭവിക്കുന്നവനാണ് ദാവീദ്. മരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ദാവീദാണ്. പക്ഷെ യോനാഥാന്റെ സ്പിരിറ്റിൽ അവൻ അറിയാം ദാവീദേ, നീ താക്കോലുള്ളവനാണ്. നീ അഭിഷിക്തനാണ്, നീ ദൈവത്തിന്റെ അഭിഷിക്തനാണ്. ഞാൻ തകർന്നാലും നീ തകരാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് എന്റെ ഗ്രഹത്തോട്, എന്റെ സ്നേഹിതനെ,
നിന്റെ ദയ ഒരിക്കലും അറ്റുപോകരുത്. കണ്ടോ, ഒരപ്പൻ ആത്മമണ്ഡലത്തിൽ നിക്ഷേപിച്ചത് വർഷങ്ങൾ കഴിയുമ്പോൾ തലമുറകൾക്ക് വേണ്ടി വേർഡ് 16, 17 is 17ാമത്തെ വാക്യം ഭയങ്കരമാണ്. വേർഡ് 16 പ്ലീസ് മോനെ. വേർഡ് 16 ഇങ്ങനെ, യോനാഥാൻ ദാവീദിന്റെ ഗൃഹത്തോട് സഖ്യത ചെയ്തു. ദാവീദിന്റെ ശത്രുക്കളോട് യഹോവ ചോദിച്ചുകൊള്ളും എന്ന് പറഞ്ഞു. യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിക്കുകയാൽ തന്നോടുള്ള സ്നേഹത്തെ ചൊല്ലി അവനെ കൊണ്ട് പിന്നെയും സത്യം ചെയ്യിച്ചു. എന്റെ വേദപുസ്തകത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രമാണ് ദാവീദ്. എന്നോട് ഒരു 20 പ്രവാചകന്മാർ പ്രൊഫസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 17 പേരും ഈ വേർഡ് പറയാതിരിക്കത്തില്ല. ലാസ്റ്റ് ടൈം ഞാൻ ഐ തിങ്ക് 7 days before I met Apostle Tambrat. ആ മനുഷ്യനും ഈ വേർഡ് എന്റെ മേളിൽ റിലീസ് ചെയ്തു. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. പക്ഷേ ഇതിനൊത്തിരി തിരിച്ചടികൾ യോനാഥാൻ ഉണ്ടായി കേട്ടോ. ഒത്തിരി തിരിച്ചടികൾ ഉണ്ടായി. 1 ശമൂവേൽ 20:30 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ശൗലിന്റെ കോപം യോനാഥാന്റെ നേരെ ജ്വലിച്ചു. വക്രതയും ദുഷ്ടാഢ്യം ഉള്ളവളുടെ മകനെ, നിന്റെ സ്വന്തം ലജ്ജയ്ക്കും നിന്റെ അമ്മയുടെ നഗ്നത ലജ്ജയ്ക്കുമായി നീ ഇശയായുടെ മകനോട് കൂടിയിരിക്കുന്നോ? ഇശയായുടെ മകൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തൊരിക്കലും, ദാവീദ് ജീവിച്ചിരിക്കുന്ന കാലത്തൊരിക്കലും നീയും നിന്റെ രാജ്യത്തോ ഉറക്കിയില്ല. ഉടനെ ആളയച്ച് എന്റെ അടുക്കൽ വരുത്തുക, അവൻ മരണയോഗ്യനാകുന്നു. ഈ അശുദ്ധാത്മാവുള്ള ശൗലിമാർക്ക് അഭിഷേകമുള്ള ദാവീദുമാർ ഒരു അസ്വസ്ഥതയാണ്. അശുദ്ധാത്മാവിരിക്കുന്ന ശൗലുമാർക്ക് അഭിഷേകമുള്ള ദാവീദുമാർ എപ്പോഴും ഒരു അസ്വസ്ഥതയാണ്. Thank you, Lord Jesus. എന്നാൽ അടുത്ത വാക്യത്തിൽ യോനാഥാൻ അപ്പനോട് പറയുന്നു, അവനെ എന്തിനു കൊല്ലണം? അവൻ എന്ത് തെറ്റാ ചെയ്തേ? ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളൊരു ദൈവ പുരുഷന് വേണ്ടി സ്റ്റാൻഡ് ചെയ്താൽ, നിങ്ങളൊരു ദർശനത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്താൽ, നിങ്ങളൊരു ദൈവത്തിന്റെ അഭിഷിക്തന് വേണ്ടി സ്റ്റാൻഡ് ചെയ്താൽ, നീ ശത്രുപാളയത്തിൽ ശൗലിന്റെ ഒപ്പം നീ അഭിഷേകം പോയോമാരുടെ കൂടെ നിൽക്കാതെ, നീ ദർശനത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്താൽ, നീ എഴുതി വെച്ചോ, നിന്റെ കുടുംബത്തിലെ ചില മെഹീബോശേത്തുമാരെ എന്റെ ദൈവം ഓർത്തിരിക്കും. അടുത്ത വാക്യത്തിൽ പറയുന്നു, ശൗൽ അവനെ കൊല്ലുവാൻ, യോനാഥാനെ കൊല്ലുവാൻ അവന്റെ നേരെ കുന്തവും എടുത്തോണ്ട് ചാടി. അതിനാൽ തന്റെ അപ്പൻ ദാവീദിനെ കൊല്ലുവാൻ നിർണയിച്ചിരിക്കുന്നു എന്നറിഞ്ഞു. ദാവീദിന് വേണ്ടി സംസാരിക്കുന്നവനെ, സ്വന്തം മകനെ കൊല്ലാൻ ഈ അപ്പൻ മടിക്കുന്നില്ലെങ്കിൽ ദാവീദിനെ കൊല്ലാതിരിക്കുമോ? Because the spirit is really irritated. The demonic realm is irritated. I know that. അശുദ്ധാത്മ മേഖല അഭിഷിക്തനും എതിരാണ്, അഭിഷിക്തന് വേണ്ടി നിൽക്കുന്നവർക്കും എതിരാണ്. പക്ഷേ ഈ നോവറി അടുത്തിരിക്കുന്ന പറഞ്ഞ ഒന്നും പേടിക്കണ്ട, പറഞ്ഞു ഒന്നും പേടിക്കണ്ട. ശൗലെ, നീ ഈ ഊരി പിടിച്ച കുന്തമില്ലേ, നീ അതുകൊണ്ട് നീ തന്നെ തീർന്നോളും. നീ ഒന്നും പേടിക്കണ്ട, നിന്നെ ആരും തീർക്കണ്ട. നിന്നെ തീർക്കാനുള്ള സാധനം നീ തന്നെ ചെയ്യുന്നുണ്ട്.
Thank you, Jesus. Thank you, Jesus. 34-ാമത്തെ വാക്യം. യോനാഥാൻ അതികോപത്തോടെ പന്തി ഭോജനത്തിൽ നിന്ന് എഴുന്നേറ്റ് അമാവാസിയുടെ പിറ്റേന്നാൾ ഭക്ഷണം ഒന്നും കഴിച്ചില്ല. കണ്ടോ, തന്റെ അപ്പൻ ദാവീദിനെ അപമാനിച്ചത് കൊണ്ട് അവനെ കുറിച്ച് വ്യസനിച്ചിരുന്നു. താൻ ഉടമ്പടി ചെയ്ത തന്റെ അഭിഷിക്തന് എതിരെ സംസാരിച്ചതിനാൽ ഭക്ഷണം പോലും കഴിക്കാത്ത യോനാഥാൻ, അവന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തിയെയും ദൈവത്തിന്റെ അഭിഷിക്തന്മാരെയും പരിഹസിക്കുമ്പോൾ അത് കേട്ട് കുടുകുടാ ചിരിച്ചവന്റെ തലമുറയും, എന്നാൽ അനോയിന്റിങ്ങിനെയും കോളിങ്ങിനെയും സപ്പോർട്ട് ചെയ്തവന്റെ തലമുറയും എങ്ങനെയാകുമെന്ന് കാലം തെളിയിക്കും. കാലം തെളിയിക്കും. ദൈവം അത് തെളിയിക്കും. God will prove it that. യോനാഥാൻ ദാവീദിനെ അപമാനിച്ചത് കൊണ്ട് വ്യസനിച്ചിരുന്നു. ചില റീസൺസ് ചില സീസൺ ഉണ്ടാക്കും. ചില റീസൺ ചില സീസൺ ഉണ്ടാക്കും. യോനാഥാന്റെ മകൻ മെഫീബോശെത്ത് കൊട്ടാരത്തിനകത്തെ ആളായി അടുത്ത ജനറേഷനും സേഫ് ആയതിന്റെ പിറകിൽ സ്പിരിച്വൽ റിലത്തിൽ അവന്റെ അപ്പൻ നിക്ഷേപിച്ച ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്നലെ പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു, ഈ യോനാഥാൻ ഇത്ര നല്ല മനുഷ്യനായിട്ടും എന്തുകൊണ്ട് യൗവനപ്രായത്തിൽ കൊച്ചിനെ പോലും നോക്കാൻ പറ്റാതെ, ഒന്നും ആകാൻ പറ്റാതെ പരാജിതനായി? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്നെ എല്ലാവരും ശ്രദ്ധിച്ച്, ഇത് എപ്പോഴും പറയുന്നതല്ല. ഞാൻ ഒരു PG വർഗീസ് അങ്കിൾ പറയുന്ന ഒരു ബുദ്ധി ഞാൻ ഉപദേശിക്കുക. ലിസൺ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ട് യോനാഥാൻ മരിച്ചു? അവന്റെ കുഞ്ഞ് അനാഥമായി. മെഫീബോശെത്തിനെ ദൈവം ഓർത്തു. ചത്തനായുടെ പോലും വിലയില്ലെന്ന് പറഞ്ഞവൻ കൊട്ടാരത്തിനകത്ത് മകനായി മാറി. അവന്റെ തലമുറകൾ സേഫായി. ദൈവം അവനെ ഓണർ ചെയ്തു. ദൈവം അവനെ ഓണർ ചെയ്തു. ബട്ട് എന്തുകൊണ്ട് ഈ മനുഷ്യൻ പരാജയപ്പെട്ടു? 1 ശമൂവേൽ 20, 1 ശമൂവേൽ 20 word 30 and 31 please. അപ്പോൾ ശൗലിന്റെ കോപം യോനാഥാന്റെ നേരെ ജ്വലിച്ചു. അവൻ അവനോട്, വക്രതയും ദുശാഠ്യമുള്ളവരുടെ മകനെ, നിന്റെ സ്വന്തം ലജ്ജയ്ക്കും നിന്റെ അമ്മയുടെ നഗ്നതയുടെ ലജ്ജയ്ക്കുമായി നീ ഇശായുടെ മകനോട് കൂടിയിരിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടായോ? ഇശായുടെ മകൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ അപ്പൻ എപ്പ വാ തുറന്നാലും ഈ മോനെ നോക്കി ഇതായിരുന്നു പറയുന്നത്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ദാവീദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നിനക്ക് ഒരു നന്മ ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു നന്മ ഉണ്ടാകാൻ പോകുന്നില്ല. നീ മരണയോഗ്യൻ, നീ തകരേണ്ടവനാ, നിന്നെ ഞാൻ തീർത്ത് കളയും. ഈ മോനെ നോക്കി ഈ അപ്പൻ പറഞ്ഞു 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 പറഞ്ഞ് ഒരപ്പന് മകന്റെ മേളിൽ അധികാരം. എല്ലാ അപ്പന്മാരും ഒന്ന് കൈപൊക്കി. ഞാൻ ബയോളജിക്കൽ ഫാദറും സ്പിരിച്വൽ ഫാദറുമാണ്, ഞാനും കൈ ഉയർത്താം. ഈ അസൂയ വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ പിള്ളേരെ നോക്കി ആവശ്യമില്ലാത്തത് പറയരുത്. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അപ്പനും മോനും ഒറ്റ ദിവസം തീർന്നു. പ്രാക്ക് കേട്ടവനും പ്രാവിയവനും ഒറ്റ ദിവസം തീർന്നു. പക്ഷേ ദൈവം ഇശായിക്ക് പല മക്കളുണ്ടായിരുന്നെങ്കിലും, പെമ്മക്കളുണ്ടായിരുന്നെങ്കിലും, ആമക്കളുണ്ടായിരുന്നെങ്കിലും, ശൗലിന് പെമ്മക്കളുണ്ടായിരുന്നെങ്കിലും ആമക്കളുണ്ടായിരുന്നെങ്കിലും
ദൈവം ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫീബോശത്തിനെ ഓർത്തു. Thank you, Holy Spirit. Thank you, Holy Spirit. I'm closing this session. വ്യവസ്ഥ നോക്കിയാൽ മെഫീബോശത്ത് ഒരിക്കലും കൊട്ടാരത്തിൽ കയറത്തില്ല. കാരണം കൊട്ടാരത്തിന്റെ വാതിലിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ ചിന്തയിൽ, മുടന്തന്മാർക്കും കുരുടന്മാർക്കും പ്രവേശനമില്ല. പക്ഷേ മുടന്തൻ കൊട്ടാരത്തിലകത്തെ മകനായി മാറിയെങ്കിൽ, ദൂരസ്ഥരായിരുന്ന നമ്മെ, യോഗ്യതയില്ലാതിരുന്ന നമ്മെ, പ്രവേശനമില്ലാതിരുന്ന നമ്മെ, ദൈവസിംഹാസനത്തോട് ദൂരസ്ഥരായിരുന്ന നമ്മെ ഓർത്ത ദൈവം തന്റെ പുത്രനിലൂടെ, ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ച ദാവീദിന്റെ പുത്രനായ യേശുവിലൂടെ നമ്മെ സ്വന്തമാക്കി, അവകാശിയാക്കി, അർഹതകളില്ലാത്ത സ്ഥാനത്ത് അർഹനാക്കി, യോഗ്യതകളില്ലാത്ത സ്ഥാനത്ത് യോഗ്യനാക്കി, ചത്ത നായുടെ പോലും വിലയില്ലാത്ത നിന്നെ മകനാക്കി, മകളാക്കി. ആ കൈകളൊന്ന് അടിച്ച് കർത്താവിന് നന്ദി പറയാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാത്ത ചിലത്, നീ എക്സ്പെക്ട് ചെയ്യാത്ത ചിലത്, നീ സ്വപ്നത്തിൽ പോലും. Wait, Pastor. Read Psalms 126. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. Okay. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. Okay. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചുകൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തുകൊണ്ടും വരുന്നു. മെഫീബോശത്ത് കൊട്ടാരത്തിലേക്ക് വന്നത് കരഞ്ഞുകൊണ്ടാണെങ്കിൽ, പ്രാർത്ഥിച്ചവന്റെ തലമുറ, മെഫീബോശത്തിനെ സംബന്ധിച്ച് ഇത് സ്വപ്നമാണോ, ഇത് യാഥാർത്ഥ്യമാണോ? What is happening in my life? ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവിൽ ഈ വേർഡ് റിലീസ് ചെയ്യുന്നു, നിനക്കും അങ്ങനെ ഒരു സമയം വരുന്നു. നീ സ്വപ്നം കാണുന്നത് പോലെ നീ ഡ്രീം കാണുകയാണോ എന്ന് നിനക്ക് തോന്നും, സ്വപ്നം കാണുകയാണോ തോന്നും. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. എന്നേരെ വന്നതാ വാക്കിൻ നന്ദിനാ ഞാൻ തകർന്നു വീഴാതെ, എന്നെ താങ്ങിയ ഭുജബലമേ എന്നേരെ വന്നതാ വാക്കിൻ നന്ദിനാ ഞാൻ തകർന്നു വീഴാതെ, എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ള ആണ്ടിലും എന്നെ തളച്ചിടും ഭുജബലത്താ, ഇനിയുള്ള ആണ്ടിലും എന്നെ തളച്ചിടും ഭുജബലത്താ. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോളെ ആരാധിക്കുന്നേ. സ്വപ്നം
എന്നേരെ വന്നതാ വാക്കിൻ തമ്പിനാ ഞാൻ തകർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ എന്നേരെ വന്നതാ വാക്കിൻ തകർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ ഇനിയുള്ള ആട്ടിയും എന്നെ നടത്തിയ ഭുജബലത്താ ഇനിയുള്ള ആട്ടിയും എന്നെ നടത്തിയ ഭുജബലത്താ ഇനിയുള്ള നാളിലും എന്നെ നടത്തിയ ഭുജബലത്താ സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും മെഗിമോശത്തിനെ സംബന്ധിച്ച് more than a dream. വേദപുസ്തകം പറയുന്നു, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ഞാൻ ഇന്ന് ഈ കൊല്ലത്തെ ഈ മീറ്റിംഗിൽ മെഫീബോശത്തിന്റെ ജീവിതാനുഭവത്തെ വെച്ച് തിരുവെഴുത്തിൽ നിന്ന് പറയട്ടെ. മെഫീബോശത്തെ, നീ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്തതാണ് ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ചത്ത നായുടെ വില പോലും ഇല്ലാത്ത നിന്നെ രാജകൊട്ടാരത്തിലെ ഭോജനം കൊണ്ടും നിന്റെ ലൈഫ് സ്റ്റൈൽ, നിന്റെ ജനറേഷൻ എല്ലാം ഇനി സേഫ് ആണ്. ദൈവം സേഫ് ആക്കുകയാണ്. ഒരിക്കലും ദാവീദിന്റെ ഹൃദയത്തിൽ ഈ തോന്നൽ വരേണ്ടതല്ല. മുടന്തന്മാരെ ഇഷ്ടമല്ലാത്ത ദാവീദ്, ശൗലിന്റെ കുടുംബത്തോട് വല്ലാത്ത കൈപ്പുള്ള ദാവീദ് അന്വേഷിക്കുന്നു, ശൗലിന്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ജീവനോടുണ്ടോ? എനിക്ക് യഹോവയുടെ ദയ അവനെ കാണിക്കണം. കാരണം എന്റെ സ്പിരിറ്റ് ട്രിഗർ ചെയ്യുന്നു ശൗലിന്റെ കുടുംബത്തിൽ എന്റെ അധികാരത്തിലുള്ള ചില നന്മകളെ റിലീസ് ചെയ്യാം. മെഫീബോശത്തിന്റെ പേര് പറയുമ്പോൾ റിജക്ഷൻ ഉണ്ടാകേണ്ടതാണ്, മുടന്തനാണ്. പക്ഷേ ദാവീദ് പറയുന്നു, അവനെ വിളിക്കണം, അവനെ വിളിക്കണം, അവനെ വിളിക്കണം. ഇന്നലെ വരെ വീട്ടിൽ നിരങ്ങി നടന്നവൻ, ഇന്നലെ വരെ ആരുമില്ലാതിരുന്നവൻ, ഇന്നലെ വരെ ഒറ്റപ്പെട്ടിരുന്നവൻ, കൊട്ടാരത്തിനകത്ത് രാജാവിന്റെ മേശയിൽ അവൻ എൻട്രി ചെയ്തെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ലോകത്തിലെ ഒരു മനുഷ്യനും വില കൽപ്പിക്കാത്ത നിന്റെ ജീവിതം, നിന്നെ പലരും കളിയാക്കിയില്ലേ, നിന്നെ പലരും പരിഹസിച്ചില്ലേ, പുച്ഛിച്ചില്ലേ, വിമർശിച്ചില്ലേ, അവര് കാണാൻ പോവാ നീ കുഞ്ഞാടിന്റെ കല്യാണത്തിൽ ഇരിക്കുന്ന. അതിനേക്കാൾ വലിയൊരു രാജഭോജനം ഇല്ല. Sitting over there, sitting over there. ആ കരങ്ങളെ ഉയർത്തി വരികൾ ചേർന്ന് പാടിയേ. ശബ്ദം ഉയർത്തി പാടിയേ. We worship you, Lord. Jesus, in the name of Jesus. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ.
സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനെ എന്നേരെ വന്നതാ വാക്കിൻ നമ്പിനാ തകർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ എന്നേരെ വന്നതാ വാക്കിൻ നമ്പിനാ ജീസസ് തകർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ ഇനിയുള്ള നാളിലും ഇനിയുള്ള നാളിലും Close your eyes, everyone. എല്ലാ കണ്ണുകളും അടച്ചു. യോഗ്യതയില്ലാത്ത നിന്നെ യോഗ്യനാക്കാൻ, അർഹതയില്ലാത്ത നിനക്ക് അർഹത നൽകാൻ, തകർന്നു പോയ നിന്നെ പണിത്